ധർമ്മസ്ഥലയിൽ നിന്ന് വീണ്ടും അസ്ഥികൾ കണ്ടെത്തി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത് കണ്ടെത്തിയത് സാക്ഷി കാണിക്കാത്ത പുതിയ മേഖലയിൽ നിന്നുള്ളതാണ് എന്നും വിവരമുണ്ട്. അസ്ഥികൾ കണ്ടെടുത്തത് 11ാമത്തെ പോയിന്റുകളിൽ നിന്നും മീറ്ററുകൾ അകലെയായിട്ടാണ്. ഉന്നത ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ തുടരുകയാണിപ്പോഴും. ഇന്ന് രാവിലെ മുതൽ ധർമ്മസ്ഥലയിൽ ഇറങ്ങിയേറിയത് നാടകീയ സംഭവങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ധർമ്മസ്ഥല പോലീസിനെതിരെ വലിയ ഒരു ആരോപണം ഉയർന്നു. ഇത്തരത്തിൽ UDR രേഖകൾ പൂർണ്ണമായും സ്റ്റേഷനുകളിൽ നിന്ന് കാണാതായിരിക്കുന്നു, അല്ലെങ്കിൽ കോടതി വിധിയെ മാനിച്ച് കോടതി വിധിക്ക് അനുസൃതമായി നശിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വിവരമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ജയന്ത് എന്ന വിവരാവകാശ പ്രവർത്തകൻ കൊടുത്ത അപേക്ഷയിലാണ് ഇത്തരത്തിലുള്ള ഒരു രേഖ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവരം. കാരണം SIT അന്വേഷണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രത്തോളം വലിയ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. പിന്നീട് SIT സംഘം രാവിലത്തെ പ്രാഥമിക മീറ്റിംഗിന് ശേഷം 11:30 ധർമ്മസ്ഥലയിൽ എത്തുന്നു. നേരത്തെ 10ാമത്തെ പോയിന്റിൽ വെച്ച് അവസാനിപ്പിച്ച തിരച്ചിൽ 11ാമത്തെ പോയിന്റിൽ നിന്ന് ആരംഭിക്കും എന്ന് തന്നെയായിരുന്നു നമ്മൾക്ക് ലഭിച്ച വിവരം. അങ്ങനെ ആ ഒരു പ്രദേശം 11-12 പോയിന്റുകൾ പൂർണ്ണമായും മറകെട്ടി തിരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുന്നു. എന്നാൽ അവിടെ നിന്ന് മൊത്തത്തിലുണ്ടായത് ഒരു വഴിത്തിരിവാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അവിടെ നിന്ന് പിന്നെ നീങ്ങിയ ആ ഒരു സംഘം, SIT സംഘം നേരെ പോയത് ഈ പറഞ്ഞ 13 പോയിന്റുകളിലൊന്നും പെടാത്ത പുതിയൊരു പോയിന്റിലേക്കാണ്. ദൃക്സാക്ഷി പുതുതായി കാണിച്ചു കൊടുത്ത ഒരു പോയിന്റിലേക്ക്. അത് 11ാമത്തെ പോയിന്റിൽ നിന്ന് ഏകദേശം 100 അടി വ്യത്യാസമുള്ള ഒരു മേഖലയിലാണ് ഈ ഒരു പോയിന്റ് കണ്ടെത്താൻ സാധിച്ചത്. അവിടെ നടത്തിയ തിരച്ചിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ താടിയെല്ലിൻ്റെ ഭാഗങ്ങളും ചില അസ്ഥി കഷ്ണങ്ങളും ലഭിച്ചു എന്ന നിർണായകമായ വിവരമാണ് പിന്നീട് വരുന്ന മണിക്കൂറുകളിൽ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ അവിടെ കൃത്യമായ രീതിയിൽ മാസ്റ്റർ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ അവിടെയുണ്ട്, അതുപോലെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. വനഭൂമിയിലാണ് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് എന്നതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ആന്ത്രപ്പോളജി വിദഗ്ധരുണ്ട്. ഇപ്പോൾ അവിടെ DNA സാമ്പിളുകൾ കളക്ട് ചെയ്യാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 7 മണിയോടുകൂടി തന്നെ ഈ വനമേഖലയിൽ നിന്ന് പൂർണ്ണമായി ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള SIT സംഘം പുറത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, ധർമ്മസ്ഥല.